സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താലോലം തരണം, നമുക്ക് അവിടുന്ന് അഭയം തരണം. അതിനു വേണ്ടിയാണ് നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്നു എന്ന് പോലും ധരിക്കാൻ, പറയാൻ, അവകാശപ്പെടാൻ അകപ്പൊരുളുകൾ അറിഞ്ഞവർ തയ്യാറായിട്ടില്ല. നമ്മൾ മദ്ഹ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ നമ്മൾ ആര്? തിരുനബിയെ മദ്ഹ് പറയാൻ നമുക്കെന്ത് യോഗ്യത? അതുകൊണ്ടാണ് അധ്യാത്മതലത്തിൽ പ്രകാശിച്ച മഹാഗുരു സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അതിഗംഭീരമായ വരികൾ മനസ്സിൽ നിന്ന് വിരിഞ്ഞ് അത് അവതരിപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞത് ഹാദീ നുഫൈഹാത്തുൻ വലസ്തു ബിമാദിഹിൻ മിൻ അൻ യുറാമ ബിമാദിഹിൻ ഹാശാഹു. ഇത് നുറുങ്ങുകളാണ്, നിവേദ്യങ്ങളാണ്, കടാക്ഷം ലഭിക്കാൻ ആവശ്യമായി സമർപ്പിക്കുന്ന ചെറിയ ചെറിയ പ്രസാദങ്ങളാണ്. ഞാനൊരു മാദിഹാണ്, സ്തുതിപാഠകനാണ് റസൂലുള്ളാഹ് എന്നൊന്നും പറയാൻ എനിക്ക് ധൈര്യം വരുന്നില്ല. എങ്ങനെ സാധിക്കും നമുക്ക് മാദിഹാകാൻ? നാം നമ്മുടെ ധന്യതയ്ക്ക് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യന്മാരാവുക, സേവകന്മാരാവുക, അവരെ പാടി പറഞ്ഞ് പുകഴ്ത്തി എഴുതി സ്വലാത്തു സലാം വർദ്ധിപ്പിച്ച് അവിടുത്തെ സുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്ത് കഴിയും പ്രകാരം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം മുന്നേറുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ നയം നമുക്ക് എപ്പോഴും വേണം. മാ ഇൻ മദഹ്തു മുഹമ്മദൻ ബിമഖാലതി ലാകിൻ മദഹ്തു മഖാലതി ബിമുഹമ്മദി. പിൽക്കാലത്ത് തിരുനബിയെ മദ്ഹ് ചെയ്ത് പാടിയ മഹാന്മാര് സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ വരി ഒന്ന് ചെറിയ രൂപത്തിൽ മാറ്റിയിട്ട് അവര് പറഞ്ഞു മാ ഇൻ മദഹ്തു മുഹമ്മദൻ ബിഖസീദതി ലാകിൻ മദഹ്തു ഖസീദതി ബിമുഹമ്മദി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കുറിച്ച് മലയാളത്തിൽ ചരിത്രകാന്ഡവും ദർശനകാന്ഡവും ഒക്കെ എഴുതി ധന്യത നേടുമ്പോൾ നമുക്ക് ആകെയുള്ളത് അതിലെ ഏതെങ്കിലും ഒരക്ഷരം അള്ളാഹുവിങ്കൽ സ്വീകാര്യത നേടിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊരുത്തപ്പെട്ടാൽ അത് മതി നമുക്ക്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ ആഗ്രഹം. യാ റസൂലല്ലാഹി സിദ്നി യാ അതൂഫൻ യാ ഹനിയ